രേഷൻ ഡോക്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പം രാവിലെ നമ്മൾ നിർമ്മാതാവ് സുരേഷ് കുമാർ പറഞ്ഞിരിക്കുന്ന സിനിമയുടെ, അതായത് ജനുവരിയിൽ ഏതാണ്ട് 101 അല്ലെങ്കിൽ 110 കോടി രൂപ മൊത്തത്തിൽ നഷ്ടമുണ്ടാക്കിയെന്നും അതിനകത്ത് രേഖാചിത്രം എന്ന് പറയുന്ന സിനിമ മാത്രമേ വിജയിച്ചുള്ളൂന്നും ഒക്കെ പറഞ്ഞ ഒരു വീഡിയോ നമ്മൾ ചെയ്തു. അപ്പോൾ ഒന്നുകൂടെ ഞാനത് ഒന്നുകൂടെ വിശദമായിട്ട് നോക്കുന്ന സമയത്ത് അദ്ദേഹം അതിനകത്ത് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. താരങ്ങൾ സിനിമ നിർമ്മിക്കുന്ന സിനിമകൾ ഏതാണ്ട് തിയേറ്ററിലോ മറ്റോ പ്രദർശിപ്പിക്കത്തില്ല എന്നുള്ള അദ്ദേഹം പറഞ്ഞതായിട്ട് ഒരിടത്ത് വായിക്കാനിടയായി. അദ്ദേഹം അത് പറഞ്ഞെങ്കിൽ അത് പറയാൻ അദ്ദേഹത്തിന് എന്താണ് അവകാശം? ഓരോ വ്യക്തിക്കും ഇവിടെ സിനിമ നിർമ്മിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവകാശമുണ്ട്. അതിനനുസരിച്ച് അവർ സിനിമ നിർമ്മിക്കും, അത് തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുകയും ചെയ്യും. ഇദ്ദേഹം അതിനെ എങ്ങനെ തടയുമെന്നാണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് ഈ ഞാൻ കണ്ട വാർത്തയിൽ കണ്ടത് സത്യമാണെങ്കിൽ അദ്ദേഹം പറഞ്ഞത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. പിന്നെ നടന്മാരുടെ പ്രതിഫലത്തിനെക്കുറിച്ച് അദ്ദേഹം കൂടുതൽ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൾ എത്ര രൂപയാണ് പ്രതിഫലം വാങ്ങിക്കുന്നത്? നമുക്കറിയാം ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്യപ്പെടുന്നത് ആ സിനിമയിലെ നായകനാണ്. ഇപ്പോൾ തമിഴിലാണെങ്കിൽ പോലും ഇപ്പോൾ വിജയിയും അജിത്തിനെയൊക്കെ പോലുള്ളവരുടെ നായികയായിട്ട് അവർ അഭിനയിക്കുമ്പോൾ വിജയിയെ അജിത്തിനെയൊക്കെ വെച്ചിട്ടാണ് അത് മാർക്കറ്റ് ചെയ്യുന്നത്. അപ്പം ഒരു നടി മാത്രമായിട്ടുള്ള, അതായത് ആ സിനിമയ്ക്കകത്ത് പ്രത്യേകിച്ച് ഒരു കീർത്തി സുരേഷ് തന്നെ വേണമെന്നില്ല, ഏതൊരു നടിയായാൽ പോലും ഒരു സിനിമ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള കഥയിൽ അഭിനയിക്കുന്ന അവർ കോടികൾ പ്രതിഫലം വാങ്ങിക്കുമ്പോൾ ഇദ്ദേഹം എന്താ അത് പറയാത്തത്? അവരെന്തിനാ അപ്പം മലയാള സിനിമയിലെ പ്രതിഫലം? ഇദ്ദേഹം മലയാള സിനിമയിലെ നിർമ്മാതാവായതുകൊണ്ട് മലയാള സിനിമയിലെ നടീനടന്മാർ വലിയ പ്രതിഫലം വാങ്ങിക്കാൻ പാടില്ല. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മകള് തമിഴ് സിനിമയിലും, അതായത് അവർക്ക് മലയാള സിനിമയിൽ അവസരം കിട്ടാത്തത് കൊണ്ടാണല്ലോ അവർ തമിഴ് സിനിമയിലേക്കും തെലുങ്ക് സിനിമയിലേക്കും പോകേണ്ടി വന്നത്. കാര്യം ഇവിടെ ഒരു കീർത്തി സുരേഷ് എന്ന് പറയുന്നത് യാതൊരു ആവശ്യവും ഇല്ലാത്തതാണ്. കാര്യം കീർത്തി സുരേഷ് വേണ്ട, ഇവിടെ ഒരുപാട് പ്രമുഖരായിട്ടുള്ള നല്ല അഭിനയിക്കാൻ അറിയാവുന്ന ഒരുപാട് നടികൾ നമ്മുടെ മലയാളത്തിലുണ്ട്. അവരൊക്കെ ഇവിടെ സജീവമായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പം ഇവിടെ റോളുകളൊന്നും അഭിനയിക്കാൻ കിട്ടാത്തതിൻ്റെ പേരിലാണ് അന്യഭാഷയിലേക്ക് കീർത്തി സുരേഷിന് പോകേണ്ടി വന്നത്. അപ്പോൾ അങ്ങനെ അഭിനയിക്കുമ്പം അവർ കോടികൾ വാങ്ങിക്കുമ്പം അതും ഏതെങ്കിലുമൊക്കെ നിർമ്മാതാവിൻ്റെ പോക്കറ്റിൽ നിന്നല്ലേ നഷ്ടം വരുന്നത്. ഇപ്പം നായകന് കൊടുത്ത് അത് മാർക്കറ്റ് ചെയ്ത് വലിയ രീതിയിലുള്ള വിജയം ഉണ്ടാക്കിയെടുത്താൽ മനസ്സിലാക്കാം. ഈ കീർത്തി സുരേഷിനെ പോലുള്ളവർക്ക് എന്തിനാണ് ഇത്രയും വലിയ പ്രതിഫലം കൊടുക്കുന്നത്? അപ്പോൾ കുറച്ച് പ്രതിഫലം വാങ്ങിച്ചാൽ മതിയെന്ന് ഇദ്ദേഹം ഇദ്ദേഹത്തിനോട് മകളോട് പറയാത്ത? ഇദ്ദേഹം പിന്നെ പറയുന്നത് കേട്ട് നിർമ്മാതാക്കൾ, അതായത് ഈ OTTയും കാര്യങ്ങളും ഒക്കെ വരുന്നതിന് മുമ്പ് ഇവിടെ സിനിമ നിർമ്മിച്ചത് മോഹൻലാൽ മാത്രമേ ഉള്ളെന്ന് ഇദ്ദേഹം പറയുന്നത് കേട്ട്. ഇതൊക്കെ ഏത് നാട്ടിലാണ് ജീവിക്കുന്നത്? OTT ഒക്കെ എന്നാ വന്നത്? OTT വരുന്നതിന് മുമ്പ് ഇവിടെ മോഹൻലാലിൻ്റെ പ്രണവ് ആർട്സ് എന്ന് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ടായാലും മമ്മൂക്കയ്ക്ക് പ്ലേ ഹൗസ് എന്നും പറഞ്ഞൊരു നിർമ്മാണ കമ്പനി ഉണ്ടായിരുന്ന കാര്യം ഈ സുരേഷ് കുമാർ മറന്നുപോയോ? അതൊക്കെ OTT വരുന്നതിന് മുമ്പാണ് ഈ പ്ലേ ഹൗസ് പോലുള്ള നിർമ്മാണ കമ്പനി ഇവിടെ ഉണ്ടായിരുന്നത്. പിന്നീട് പ്രണവ് ആർട്സ് നിർത്തിയ കണക്ക് തന്നെ പ്ലേ ഹൗസും നിർത്തി. പിന്നീട് ആശീർവാദം എന്നും പറഞ്ഞുകൊണ്ട് ലാലേട്ടൻ്റെ ഡ്രൈവർ കം മാനേജർ എന്ന് പറയുന്ന ആൻ്റണി പെരുമ്പാവൂരിൻ്റെ ഒരു നിർമ്മാണ കമ്പനി വന്നു. പിന്നീട് മമ്മൂട്ടി കമ്പനി എന്നും പറഞ്ഞിട്ട് മമ്മൂക്കയുടെ പേരിൽ വന്നു. അപ്പോൾ പ്ലേ ഹൗസ് എന്ന് പറയുന്ന രീതിയിൽ ഒരു നിർമ്മാതാവ് എന്നുള്ള രീതിയിൽ മമ്മൂക്ക വർഷങ്ങളായിട്ട് ഇവിടെ പടങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് വസ്തുതകൾ നിലനിൽക്കെ ഇതൊക്കെ ഇദ്ദേഹം അങ്ങ് വിഴുങ്ങിക്കളയുന്ന കണക്ക്. പിന്നെ ഈ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന് പറയുന്ന സിനിമയുടെ ബഡ്ജറ്റ് 19.5 കോടി ആയെന്ന് ഈ സുരേഷ് കുമാർ എന്ത് കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? കാര്യം അതിൻ്റെ നിർമ്മാതാക്കൾ പുറത്തുവിട്ടിരിക്കുന്ന കണക്കനുസരിച്ചിട്ട് ഏതാണ്ട് 8 കോടിയാണ് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ്. ഇപ്പോൾ അദ്ദേഹം അതിനകത്ത് പറയുന്നതായിട്ട് അതും എനിക്ക് വായിക്കാൻ സാധിച്ചത്, ഞാൻ പറഞ്ഞ കണക്ക് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് കറക്റ്റാണെന്ന് അറിഞ്ഞിട്ട് കാര്യം അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള അദ്ദേഹത്തിൻ്റെ സംസാരം അല്ലെങ്കിൽ പ്രസംഗമൊന്നും ഞാൻ കേട്ടില്ല. അപ്പം അതിനകത്ത് പറയുന്നത് കേട്ട് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന് പറയുന്ന സിനിമയ്ക്ക് ഏതാണ്ട് 19.5 കോടി ബഡ്ജറ്റ് ആയിരുന്നു. ഇത് ഏത് കണക്കിലാണ് ഇദ്ദേഹം ഈ 19.5 കോടി ബഡ്ജറ്റ് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ്? അദ്ദേഹം ആ സിനിമ ശരിക്കും കണ്ടോ? അതിനകത്ത് ഈ 19.5 കോടി എന്ന് പറഞ്ഞത് മമ്മൂക്കയുടെ പ്രതിഫലം കൂടെ കൂട്ടിയിട്ടോ? മമ്മൂക്കയ്ക്ക് അതിനകത്ത് പ്രതിഫലം എടുക്കേണ്ട കാര്യമില്ല. കാര്യം മമ്മൂക്ക തന്നെ കാതലുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ മമ്മൂക്ക പറഞ്ഞിട്ടുണ്ട്, ചില സിനിമയ്ക്ക് എനിക്ക് എൻ്റെ പ്രതിഫലം വേണ്ടാന്ന് വെച്ചാൽ പോരെയെന്ന്. അപ്പോൾ ഇതിന് 19.5 കോടി ബഡ്ജറ്റ് ആയെന്ന് ആരാ? മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെ, അത് പ്രത്യേകിച്ച് സുരേഷ് കുമാറിനെ മമ്മൂക്ക അറിയിച്ചോ 19.5 കോടി ആയിട്ടുണ്ടെന്ന്? ഏതാണ്ട് 8 കോടി 7 കോടിയാണ് അതിൻ്റെ ബഡ്ജറ്റ് എന്നുള്ള രീതിയിലിരിക്കെ 19.5 കോടി. എന്നിട്ട് മമ്മൂട്ടി സിനിമയും പരാജയമാണെന്ന്. അപ്പോൾ മമ്മൂട്ടി സിനിമ പരാജയമാണെന്ന് പറയുമ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് എന്തെങ്കിലും പ്രത്യേകിച്ച് വലിയ സന്തോഷം വല്ലതും കിട്ടുന്നുണ്ടോ? 8 കോടി മുടക്കിയ പടത്തിന് ആ സിനിമയ്ക്ക് വേൾഡ് വൈഡായിട്ട് തന്നെ നമുക്കറിയാം ഏതാണ്ട് 19.5 കോടി 20 കോടി ഇതിനുള്ളിൽ വേൾഡ് വൈഡായിട്ട് തിയേറ്ററിൽ നിന്ന് അത് കളക്ട് ചെയ്ത് കഴിഞ്ഞു. വിത്തൗട്ട് ബിസിനസ് കളക്ഷൻ. വിത്ത് ബിസിനസ് കളക്ഷൻ ഉണ്ടാകുമ്പോഴത്തേക്ക് അതിൽ നിന്ന് കുറേ കൂടെ മുന്നോട്ട് പോകുന്ന രീതിയിലുള്ള കളക്ഷനാണ്. അപ്പം ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് ഒരു വലിയ സൂപ്പർ ഹിറ്റ് ഒന്നും അല്ലെങ്കിലും ഒരു ആവറേജ് ഹിറ്റ് എന്നുള്ള രീതിയിലേക്ക് കയറിക്കഴിഞ്ഞു എന്നുള്ള കാര്യം ഇവിടുത്തെ പ്രമുഖരായിട്ടുള്ള എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇവിടെ അത്തരത്തിലുള്ള കാര്യങ്ങൾ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ചില സിനിമകൾ വിജയമാണെന്ന്. ഇപ്പോൾ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് ഇദ്ദേഹം പറഞ്ഞുകൊണ്ട് ആ സിനിമ പരാജയപ്പെട്ടെന്നാണോ?
എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് മമ്മൂട്ടി അല്ലെങ്കിൽ മമ്മൂക്ക അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു ഡയറക്ടറായിട്ടുള്ള ജോർജ് കണക്ക് എഴുതി കൊണ്ടുവന്ന് സുരേഷ് കുമാറിൻ്റെ കൈ കൊടുത്തോ? ഇതിന് 19.5 കോടിയാണ്. അത് ഏറ്റുപിടിച്ചുകൊണ്ട് നടക്കാൻ വേണ്ടി ചില ലാലേട്ടൻ്റെ ഫാൻസിനെ പോലുള്ള കുറേ ആൾക്കാർ ഇന്ന് പലയിടത്തും കാണുന്നുണ്ട്. സുരേഷ് കുമാർ അത് പറഞ്ഞെന്നും പറഞ്ഞിട്ട്. അപ്പോൾ സുരേഷ് കുമാർ വേറെയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം 100 കോടി കളക്ട് ചെയ്തതിനെക്കുറിച്ച്, 100 കോടി ഷെയറിൻ്റെ കാര്യം, 100 കോടി കളക്ഷൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് സുരേഷ് കുമാർ പറയുന്നുണ്ട് അത്തരത്തിലുള്ളൊരു പോസ്റ്റർ 100 കോടിയൊന്നും ഇവിടെ ഒരു നിർമ്മാതാവിനും തിരികെ കിട്ടുന്നില്ലെന്ന്, അതായത് ഷെയർ എന്നുള്ള രീതിയിൽ തിരികെ കിട്ടുന്നില്ല എന്ന് സുരേഷ് കുമാർ പറയുന്നത്. അപ്പം അതിന് എനിക്കൊന്ന് മാധ്യമപ്രവർത്തനം കൂടിയായ ഹൈദരാലി ചോദിച്ചു, പിന്നെ എന്തിനാണ് നിങ്ങൾ പോസ്റ്റർ അടിക്കുന്നതെന്ന്, ഈ 100 കോടി എന്നും പറഞ്ഞിട്ട്. കാര്യം 100 കോടി അവർക്ക് കിട്ടുന്നില്ല എങ്കിൽ പിന്നെന്തിനാ അവർ 100 കോടിയുടെ പോസ്റ്റർ അടിക്കുന്നത്? 100 കോടി അവർക്ക് കിട്ടുന്നെങ്കിൽ പോരെ. അല്ല, സിനിമയുടെ 100 കോടി അല്ലല്ലോ, പ്രൊഡ്യൂസർക്ക് 100 കോടി ലാഭം കിട്ടുന്ന അല്ലെങ്കിൽ ഷെയർ കിട്ടുന്നില്ല എങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ പോസ്റ്റർ അടിക്കുന്നതെന്ന്. അപ്പോൾ ബബ്ബ അടിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് ഹൈദരാലി തന്നെ തിരിച്ച് ചോദിച്ച്, നടന്മാരുടെ പ്രഷറിൻ്റെ പുറത്താണോ ഈ 100 കോടിയുടെ പോസ്റ്റർ അടിക്കേണ്ടി വരുന്നതെന്ന്. അന്നേരം സമ്മതിച്ചു, ആ നടന്മാരുടെ പ്രഷറിൻ്റെ പുറത്താണ് 100 കോടിയുടെ പോസ്റ്റർ അടിക്കേണ്ടി വരുന്നതെന്ന്. അപ്പോൾ ഇതൊക്കെ ആരിലേക്കാണ് ഈ വിരളി ചൂണ്ടുന്നത്? ഈ നടന്മാരുടെ പ്രഷറിൻ്റെ പുറത്ത് 100 കോടിയും 127 കോടിയും അല്ലെങ്കിൽ 175 കോടി പറഞ്ഞിട്ട് പിന്നെ 136 കോടിയിലേക്ക് വരിക, 200 കോടി പറഞ്ഞിട്ട് പിന്നെ 127 കോടിയിലേക്ക് വരിക, ഇത്രയൊക്കെ കളക്ഷൻ കിട്ടിയിട്ടുള്ള. അപ്പോൾ ഇത്തരത്തിൽ പ്രഷർ ചെലുത്തുന്ന നടന്മാരുടെ പേരൂടെ പറയണം. അപ്പോൾ അത് സുഹൃത്ത് വലയത്തിലുള്ള ആളുകളുടെ പേരാകുമ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാവും പറയാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണല്ലോ അദ്ദേഹം പറയുന്നത് ലാലേട്ടൻ മാത്രമാണ്, മോഹൻലാൽ മാത്രമാണ് മുമ്പേ ഇവിടെ പടം നിർമ്മിച്ചതെന്ന്. അപ്പോൾ പ്ലേ ഹൗസ് എന്ന് പറയുന്ന ഒരു നിർമ്മാണ കമ്പനി സുരേഷ് ഇതിനു മുമ്പ് കേട്ടിട്ടുമില്ല, സുരേഷിന് ഇതിനെക്കുറിച്ചൊന്നും അറിയാനും വയ്യ. ഒരു കാര്യം പറയുമ്പോൾ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ ഇരുന്ന് പറയണം. അല്ലാതെ പ്രേക്ഷകരുടെ ഇടയിൽ ഒരു സംശയം ഉണ്ടാക്കത്തക്ക രീതിയിൽ അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് കാര്യങ്ങൾ മനസ്സിലാവാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വളച്ചൊടിച്ച് ഫാൻ ഫൈറ്റ് നടത്തുന്ന രീതിയിലേക്ക് ഉള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കരുത്. താങ്ക് യു.